ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീനാരായണ പരമഹംസദേവൻ്റെ പാദാരവിന്ദങ്ങളിൽ പ്രണാമം, ആചാര്യപാദങ്ങളിൽ പ്രണാമം. അഷ്ടോത്തര ശതനാമാവലിയിലെ 17ഉം 18ഉം മന്ത്രങ്ങളാണ് ഇന്ന് വിശകലനത്തിനായിട്ട് എടുക്കുന്നത്. മന്ത്രങ്ങൾ ശ്രദ്ധിക്കുക. കാരുണ്യസമ്പൂർണായ നമഃ. ബാഹ്യകർമ്മേന്ദ്രിയാതിരിക്തായ നമഃ. ഇതാണ് 17ഉം 18ഉം മന്ത്രങ്ങൾ. മന്ത്രം 17, ഓം കാരുണ്യ സമ്പൂർണായ നമഃ. കാരുണ്യം, സമ്പൂർണ്ണ കാരുണ്യത്തിനുടമയായ ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം, അല്ലെങ്കിൽ കാരുണ്യം നിറഞ്ഞ ഹൃദയമുള്ള ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം. കാരുണ്യമൊക്കെ നമ്മുടെ മനസ്സിലാണ്, ഹൃദയത്തിലാണ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ അല്ലേ. അപ്പോൾ ഒരു മഹാഗുരുവിൻ്റെ ഹൃദയം എങ്ങനെയായിരിക്കുമെന്നാണ് ശ്രീമദ് ചൈതന്യ സ്വാമികൾ നമ്മൾക്കിവിടെ ഗുരുവിനെ കാണിച്ചു തന്നുകൊണ്ട് വരച്ച് കാട്ടിത്തരുന്നത്. അപ്പോൾ ഈ മഹാഗുരുവിൻ്റെ, ശ്രീനാരായണ പരമഹംസദേവൻ്റെ ഹൃദയം എങ്ങനെയുള്ള ഹൃദയമാണ്? അതൊരു കാരുണ്യം നിറഞ്ഞ സമ്പൂർണ്ണ കാരുണ്യത്തിന് ഉടമ ആയിരുന്നു എന്ന് പറയാം. അതായത് കാരുണ്യക്കടലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അതുകൊണ്ട് ഭഗവാനെ നമ്മൾ പഠിക്കുമ്പോൾ, ഗുരുവിൻ്റെ ജീവചരിതത്തിൽ കൂടി കടന്നു പോകുമ്പോൾ, ഗുരുവിൻ്റെ കർമ്മസരണിയിൽ കൂടി, ആ പന്ഥാവിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ, അതായത് ഗുരുവിനും മനസ്സിലാക്കുവാൻ നമ്മൾ ഇതൊക്കെ വായിച്ചും പഠിച്ചും പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് തെളിഞ്ഞു കിട്ടുന്ന ഒന്നാണ് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ കാരുണ്യം എത്രമാത്രം ഉണ്ടായിരുന്നു എന്നുള്ളത്. പരമപാവനമായ ആ ജീവചരിത്രത്തിൽ കൂടി കടന്നു പോകുമ്പോൾ എത്രയോ സംഭവങ്ങൾ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഒരു ശ്രേഷ്ഠനായ ഒരു സന്യാസി വര്യൻ നമ്മൾക്ക് അന്ന് ഗുരുവിൻ്റെ സമകാലികരായി ജീവിച്ചിരുന്ന പലരും ഉണ്ട്. അപ്പം അവരിലൊക്കെ നമ്മൾക്ക് കാണാൻ സാധിക്കാത്ത അത്ര തരത്തിലുള്ള ഒരു കാരുണ്യത്തിൻ്റെ മൂർത്തിമത് ഭാവമായിരുന്നു ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ എന്ന് നമ്മൾക്ക് പറയുന്നതിന് നമ്മൾ ഒട്ടും മടിക്കേണ്ട. തീർച്ചയായിട്ടും നമ്മൾക്കത് ഗുരുവിനെ നന്നായിട്ട് വിശേഷിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് ഈ മന്ത്രം. കാരുണ്യം എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം, നമ്മൾ സാധാരണ ജീവിതത്തിൽ ഒരു ദയ അല്ലേ, ഒരല്പ അനുകമ്പ, ഇതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, നമുക്ക് പറയാൻ പറ്റുന്നത്. പക്ഷേ നമ്മളിപ്പം ആരെങ്കിലും ഒരു ധനസഹായം അല്ലെങ്കിൽ ഒരു അസുഖമാണ്, ഇച്ചിരി ഒരു സഹായം വേണമെന്ന് പറഞ്ഞ് വന്ന് നമ്മൾ അതിനൊരു 100 രൂപ എടുത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഭയങ്കര കാരുണ്യവാനാണെന്ന് നമ്മൾ സ്വയം അങ്ങോട്ട് തീരുമാനിക്കുകയാണ് അല്ലേ. അപ്പം അങ്ങനത്തെ ഉള്ള അവസരത്തിൽ മാത്രമല്ല നമ്മൾക്ക് കാരുണ്യം വേണ്ടത്. അതായത് മറ്റൊരാളുടെ വേദന, അവരുടെ കഷ്ടപ്പാട് കാണുമ്പോൾ നമ്മൾക്കും കൂടി അതേ വേദന അനുഭവപ്പെടുന്ന ഒരു അവസരം, അങ്ങനെയുള്ള ഒരു അവസ്ഥയ്ക്കാണ് ശരിക്കും നമ്മൾക്ക് കരുണ എന്ന് പറയാവുന്നത്. അപ്പം അതുകൊണ്ടാണ് ഗുരു ആത്മോപദേശ ശതകത്തിൽ പറഞ്ഞു തന്നു, അപരനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ട് കൃപാലു ചെയ്തിടുന്നു എന്ന് പറഞ്ഞു അല്ലേ. അപ്പം അങ്ങനൊരു കൃപാലുവായിരുന്നു ഗുരു. അങ്ങനെ കൃപാലു ആയിരുന്ന ഗുരുവാണ് നമ്മളോട് പറഞ്ഞു തരുന്നത് ഇങ്ങനെ അപരനു വേണ്ടി അഹർനിശം പ്രയത്നം ചെയ്യണമെന്ന് പറഞ്ഞു തരുന്നത്. അപ്പം ഗുരു കൃപാലുവായിരുന്നു എന്നതിന് സംശയമില്ലാത്ത രീതിയിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്ന ഗുരു നമ്മൾക്ക് അനുകമ്പാ ദശകം എന്നൊരു കൃതി എഴുതി തന്നിട്ടുണ്ടല്ലേ. അതിലെന്താണ് പറയുന്നത്? ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നാണ്. ഈ പ്രപഞ്ചത്തിലുള്ള മറ്റ് ജൈവജന്തുക്കളെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ചെറുതായിരിക്കുന്ന, അതിലും ചെറിയ ജീവികളുണ്ട് കേട്ടോ, അങ്ങനെ ചെറുതായിരിക്കുന്ന ആ ഒരു ജീവിയെ പോലും നമ്മൾ ഉപദ്രവിക്കരുത് എന്നാണ് ഗുരു നമ്മൾക്ക് ഓതിത്തരുന്നത്. അപ്പോൾ അവിടെയൊക്കെ വീണ്ടും ഗുരു പറയുന്നുണ്ട് അനുകമ്പാദശകത്തിൽ, അരുളുള്ളവനാണ് ജീവി അല്ലേ, കരുണയും സ്നേഹവും ദയയും ഒക്കെ ഉള്ളവനാണ് ജീവി എന്ന് പറഞ്ഞാൽ അവനാണ് ജീവിക്കുന്നത്. അരുളില്ലയതെങ്കിൽ അസ്ഥിതോൾ സ്ഥിര നാറുന്നൊരുടമ്പ് എന്നും പറയുന്നുണ്ട്.
അപ്പോൾ അതിനായിട്ട് അനുകമ്പാദേശത്തിൽ ഇതൊക്കെ നന്നായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ വീണ്ടും ഗുരു ഒന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, കരുണാകര നിൻമെയ് വിട്ട അകലാത്ത ചിന്തയും വേണം. കരുണാകരൻ, കരുണയുടെ ഇരിപ്പിടമായിരിക്കുന്നതല്ലോ ഈശ്വര, അവിടുത്തെ ആ തിരുനാമം എനിക്കെപ്പോഴും ഓർമ്മയുണ്ടായിരിക്കണേ. അപ്പോൾ അങ്ങനെ ആ ഈശ്വര തിരുനാമം നമ്മുടെ ഉള്ളിൽ ഓർമ്മ നിന്നാൽ മാത്രമേ നമ്മൾക്ക് ഈ കരുണ അല്ലെങ്കിൽ അനുകമ്പ, ദയ എന്ന് പറയുന്ന ആ ഒരു ഫീലിംഗ് ഉണ്ടാവുകയുള്ളൂ. അതിന് സംശയമില്ലാത്തൊരു കാര്യമാണത്. അപ്പോൾ അതുകൊണ്ട് ഗുരു ഇതെല്ലാം നമ്മൾക്ക് ഇങ്ങനെ ഓരോന്ന് ഗുരു നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് ഓതി തന്നിരിക്കുകയാണ്. നമ്മൾ അതിനൊക്കെ എത്രമാത്രം വില കൽപ്പിക്കുന്നു എന്നുള്ളതാണ് പിന്നെ നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പം ഗുരുവിൻ്റെ ജീവചരിത്രത്തിൽ കൂടി കടന്നു പോയാൽ ഞാൻ പറഞ്ഞു നമുക്ക് ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട്. ഗുരുവിൻ്റെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന ഒരു ചാത്തൻ എന്ന പയ്യൻ അല്ലേ, അവനെ കുറച്ച് ദിവസം കാണാതെ വന്നപ്പോൾ അവൻ്റെ വീട് എവിടെയാണെന്ന് തിരക്കി കണ്ടുപിടിച്ച് ചെന്നപ്പോഴാണ് അവൻ കുഷ്ഠരോഗം ബാധിച്ച് വേദനയാൽ പുളയുന്നതായിട്ട് ഗുരു കണ്ടത്. അപ്പോൾ അവന് മരോട്ടി എണ്ണയാൽ ആ മുറിവൊക്കെ മരോട്ടി എണ്ണ തേച്ച് എല്ലാം വൃത്തിയാക്കി മരോട്ടി എണ്ണ തേച്ച് അവന് ശുശ്രൂഷിക്കുന്ന ഒരു ഭാഗം. അന്ന് ഗുരുവായിട്ടില്ല. അപ്പോൾ ആ കാലത്ത് പോലും ഗുരുവിന് ആവശ്യത്തിലേറെ കരുണ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ കാണേണ്ടതാണ്. അതുപോലെ ഒരു കള്ളൻ ചക്ക ഇട്ടുകൊണ്ട് പോയപ്പോൾ ഗുരുവിൻ്റെ ശിഷ്യന്മാർ അവനെ കൈയോടെ പിടിച്ച് ഗുരുവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നൊക്കെ നമ്മൾക്കറിയാമല്ലോ. അപ്പോൾ അവനോട് എന്താ പറഞ്ഞത്? നീ രാത്രിയിൽ വന്നിടണ്ട, നീ പകൽ വന്നിട്ട് കൊണ്ടുപോയിക്കോളൂ. രാത്രിയിൽ നിന്നെ ഇഴജന്തുക്കളൊക്കെ ഉപദ്രവിച്ചെന്നിരിക്കും, അതുകൊണ്ട് നീ പകൽ വന്ന് ചക്ക ഇട്ടുകൊണ്ട് പോയിക്കോളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ശിഷ്യന്മാരും ഓർത്തു ഇവനെ ഇപ്പം ശിക്ഷിച്ച് ഒരു നല്ല ശിക്ഷ കൊടുക്കുമെന്നൊക്കെയാണ് കരുതിയിരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത്? മഹാഗുരുവിൻ്റെ കാരുണ്യം മാത്രമാണ് അവിടെയെല്ലാം വഴിഞ്ഞൊഴുകുന്നത് എന്ന്. അതുപോലെ ഓരോ സംഭവം നമ്മളെടുത്ത് നോക്കിയാലും ഇത് തന്നെയാണ്. അതായത് എത്രയോ പേര് രോഗം ബാധിച്ചു ഗുരുവിൻ്റെ അടുത്ത് വന്നു, എന്തെല്ലാം വിഷമതകളോടെ ഗുരുവിൻ്റെ അടുത്ത് വന്നു. എല്ലാവർക്കും എന്താണ് ആശ്വാസം നൽകി വിടുകയാണ് ചെയ്തത്. അതല്ലെങ്കിൽ ഒരിക്കലും ആരോടും പറഞ്ഞിട്ടില്ല എനിക്കിപ്പോൾ സമയമില്ല, 2 ദിവസം കഴിഞ്ഞു വാ, അല്ലെങ്കിൽ ഞാനിപ്പം ധ്യാനത്തിലിരിക്കുകയാണ്, ഇതൊന്നും ഇപ്പം സാധിക്കില്ല, ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഗുരു ആരോടും. ഏതൊരു വിഷമത അനുഭവിച്ചു ഗുരുവിൻ്റെ അടുത്ത് വരുന്നവരാണോ അവരെ ഗുരു അപ്പോൾ തന്നെ അതിനുള്ള പരിഹാരം കണ്ട് അവർക്ക് ശാന്തിയും സമാധാനവുമൊക്കെ പകർന്നു നൽകി അവരെ തിരിച്ചു വിടുന്നതാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾക്ക് കാണാം, നമ്മൾ മഹാഗുരുവിൻ്റെ ജീവചരിത്രം ഞാൻ പറയുമ്പോൾ അതായത് ജീവചരിത്രത്തിൽ ആണ് നമ്മൾക്കിതെല്ലാം കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ജീവചരിത്രം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ മഹാഗുരുവിന് വേണമെങ്കിൽ മരുത്തോമലയിലെ ഗുഹയിലിരുന്ന് തപസ് ചെയ്ത് ജീവിതം കഴിക്കാമായിരുന്നു അല്ലേ. പക്ഷേ നമുക്ക് സുബ്രഹ്മണ്യ കീർത്തനത്തിലെ 12ാം ശ്ലോകത്തിൽ ഗുരു പറഞ്ഞു തരുന്ന ആ ഒരു കാഴ്ച, അത് ഗുരുവിൻ്റെ മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് ഗുരുവിന് അവിടെ ഇരിക്കാനേ സാധിച്ചില്ല. എന്താണ്, എല്ലാവരെയും ആ നദിയിലൊന്ന് മുക്കിയെടുത്തൊന്ന് മനുഷ്യരാക്കി മാറ്റണമെന്നുള്ള ആ അദമ്യമായ ആഗ്രഹം ഗുരുവിൻ്റെ മനസ്സിലുണ്ടായിരുന്നുകൊണ്ട് ഗുരുവിൻ്റെ തപസ്സൊക്കെ പൂർത്തിയാക്കി ബ്രഹ്മവിത്ത് ആയിക്കഴിഞ്ഞപ്പോൾ ഗുരു താഴേക്ക് ഇറങ്ങി വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതൊക്കെ ഗുരുവിൻ്റെ കാരുണ്യം എത്രമാത്രമെന്നാണ് നമ്മൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മഹാഗുരുവിൻ്റെ അതായത് കാരുണ്യം വഴിഞ്ഞൊഴുകുന്ന അല്ലെങ്കിൽ കാരുണ്യക്കടലായിരിക്കുന്ന മഹാഗുരുവിൻ്റെ പാതാരവിന്ദങ്ങളിൽ നമസ്കാരം നമിക്കുന്നു എന്നാണ് ശ്രീമദ് ചൈതന്യ സ്വാമികൾ പറഞ്ഞു തരുന്നത്. മന്ത്രം 18 എന്ന് പറയുന്നത് ഓം ബാഹ്യകർമ്മേന്ദ്രിയ അതിരിക്തായ നമഃ. അതിരിക്ത എന്ന വാക്ക് നമ്മൾക്ക് ഇതിനു മുമ്പ് മന്ത്രത്തിൽ വന്നിരുന്നു. 16ാമത്തെ മന്ത്രത്തിലുണ്ട് അല്ലേ, സ്ഥൂല സൂക്ഷ്മ കാരണ ശരീര അതിരിക്തായ നമഃ. അപ്പം അതിൽ നിന്നൊക്കെ ഭിന്നനായവൻ, അതിരിക്തം എന്ന് പറയുമ്പോൾ ഭിന്നനായവൻ എന്നുള്ളൊരു വ്യത്യസ്തമായ ഭിന്നമായ എന്നുള്ളൊരു അർത്ഥമാണ് വരുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ബാഹ്യകർമ്മേന്ദ്രിയാതിരിക്തായ നമഃ. ബാഹ്യകർമ്മേന്ദ്രിയ പ്ലസ് അതിരിക്തായ. അപ്പം ബാഹ്യകർമ്മേന്ദ്രിയങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഈശ്വരസ്വരൂപിയായ ഗുരുവിനായി നമസ്കാരം.
അതല്ലെങ്കിൽ ബാഹ്യകർമ്മേന്ദ്രിയങ്ങൾ അവ പ്രവർത്തിക്കുന്ന ആ കർമ്മങ്ങളിൽ നിന്ന് ഭിന്നനായവൻ. അപ്പോൾ അവിടെ പ്രവർത്തിക്കുന്നില്ല എന്നർത്ഥം വരുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് ഭിന്നനായവൻ, അങ്ങനെയായിട്ടുള്ള ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എന്നാണ്. അപ്പം നമ്മൾക്കറിയാം ബാഹ്യകർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും അറിയാം, 5 വീതമുണ്ട് എന്ന് നമുക്കറിയാം. നമ്മളത് 16 ഇതിൽ പറയുകയും ചെയ്തു. സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരാതിരിക്തായ നമ എന്നതിൽ സൂക്ഷ്മ ശരീരം 17 തത്വങ്ങൾ അടങ്ങിയതാണ്. അതിൽ കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും ബുദ്ധിയും മനസ്സും ഒക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ഇവിടെ കർമ്മേന്ദ്രിയങ്ങൾ ഗുരു ഈശ്വര സ്വരൂപിയാണെന്ന് നമ്മൾ പറയുമ്പോഴും അവിടെ കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും എല്ലാം ഉണ്ട്. ഇതെല്ലാം പ്രവർത്തിക്കുന്നുമുണ്ട്. പക്ഷെ കർമ്മേന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബാഹ്യ കർമ്മേന്ദ്രിയങ്ങളാണ്. കർമ്മേന്ദ്രിയങ്ങൾ എന്തൊക്കെയാണ്? കർമ്മേന്ദ്രിയങ്ങൾ നമുക്ക് വാക്ക്, പാദം, പാണി, പായു, ഉപസ്ഥം എന്നാണ്. അപ്പം വാക്ക് എന്നത് നാക്കാണ് അവിടെ കർമ്മേന്ദ്രിയം. പാണി കയ്യ്, പാദം കാല്, പായു വിസർജനേന്ദ്രിയം, ഉപസ്ഥം ജനനേന്ദ്രിയം. ഇങ്ങനെയാണ് കർമ്മേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കർമ്മേന്ദ്രിയങ്ങൾ ഓരോന്നും നമ്മളിലുമൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഗുരുവിലും ഇവയെല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ, അതായത് കർമ്മേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കർമ്മം ചെയ്യുവാനുള്ള ഒരു ഉപകരണം എന്ന് നമുക്ക് പറയാനുള്ളൂ. ജ്ഞാനേന്ദ്രിയങ്ങളാണല്ലോ അതെ, നമ്മൾക്ക് ജ്ഞാനം ശേഖരിച്ച് തരുന്ന അറിവ്, ബാഹ്യലോകത്തെ അറിവ് ശേഖരിച്ച് തരുന്ന ഒരു ഉപകരണം എന്ന് മാത്രമേ നമ്മൾക്ക് അതിനും പറയാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഈ 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും നമ്മൾക്ക് ജ്ഞാനേന്ദ്രിയങ്ങൾ അറിവ് തരുന്ന അതനുസരിച്ച് ഈ കർമ്മേന്ദ്രിയങ്ങൾ ഓരോ കർമ്മങ്ങളും ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നു. പ്രേരണ വരുന്നത് എവിടെ നിന്നാണ്? ആത്മാവിൽ നിന്നുമാണ്. ആത്മാവ് ആ ശക്തി, ആ ചൈതന്യമാണ് നമ്മൾക്ക് ഓരോന്നിനും പ്രേരണ നൽകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഈ കർമ്മേന്ദ്രിയങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ, ആ കർമ്മങ്ങൾക്കുള്ള പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമ്മളും ഗുരുവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഇതിന്. ഗുരുവും കർമ്മം ചെയ്തിരുന്ന ഏതാണ്ട് 4 ദശകങ്ങളോളം ഇവിടെ കർമ്മം ചെയ്തിട്ടാണ് ഗുരു മഹാസമാധി പ്രാപിച്ചത്. നമ്മളാണെങ്കിൽ നമ്മൾക്ക് ഓരോന്നും ചെയ്യാറായപ്പോൾ മുതൽ നമ്മളും ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളും മഹാഗുരു ചെയ്തിരുന്ന കർമ്മങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട്. അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഓരോന്നും നമ്മളെ ബന്ധനസ്ഥനാക്കുകയാണ്, അല്ലേ? അപ്പം നമ്മൾക്കെൻ്റെ നിസ്സംഗഭാവത്തിലിരിക്കാൻ പറ്റാത്തത്, നമ്മൾക്ക് നമ്മുടെ ഓരോന്നും, അതായത് നമ്മുടെ സ്വന്തമായിട്ട് നമ്മളെല്ലാം നമ്മുടേത്, എൻ്റെ എന്ന് കരുതി നമ്മുടെ മക്കളായി, എൻ്റെ ഭർത്താവായി, എൻ്റെ കുഞ്ഞുങ്ങളായി, അവരുടെ കുഞ്ഞുങ്ങളായി, എൻ്റെ സ്വത്തായി, എൻ്റെ വീടായി, ഇങ്ങനെയുള്ള വിചാരമാണ് നമ്മൾക്ക് അതിൽ ഒന്നും വിട്ട് നിൽക്കുവാനായിട്ട് നമ്മൾക്ക് സാധിക്കുന്നില്ല, അല്ലേ? അപ്പോൾ അതിനോടൊക്കെ സംഘം ചേർന്ന് ഇരിക്കുകയാണ് നമ്മളെപ്പോഴും. അപ്പോൾ അതേസമയം ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തരാണ്. ഗുരു കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് കർമ്മം ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അതിലൊന്നും ഗുരു അതിനോടൊന്നും സംഘമില്ലായിരുന്നു ഗുരുവിന്. അതായത് അത് ഞാനാണ് ചെയ്തത്, ആരെങ്കിലും 10 പേര് അതിന് എനിക്കൊരു ക്രെഡിറ്റ് തരണം, അല്ലെങ്കിൽ ഞാനാണ് ചെയ്തതെന്ന് എല്ലാവരും അറിയണം, എനിക്കതിൻ്റെ ഫലം കിട്ടണം, ഇങ്ങനെയുള്ള യാതൊരു ചിന്തകളും ഗുരുവിനെ ബാധിച്ചിരുന്നില്ല. നേരെ മറിച്ച് നമ്മൾക്കിതെല്ലാം ഉണ്ട്, അല്ലേ? നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തെങ്കിലോ അത് 10 പേരറിഞ്ഞ് അതിനൊരു അതിനൊരു കൺഗ്രാജുലേഷൻസ് പറഞ്ഞില്ലല്ലോ എന്ന് പിന്നെ അവിടെ ഇരുന്ന് വേദനിക്കും നമ്മളൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു ഭാവമേ ഗുരുവിനില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ചട്ടമ്പി സ്വാമികളെ കാണാൻ ചെന്നപ്പോൾ ചട്ടമ്പി സ്വാമികൾ ഗുരുവിനോട് ചോദിച്ചല്ലോ കർമ്മം ചെയ്യുന്ന കാര്യത്തെപ്പറ്റി, അല്ലേ? ചോദിച്ചപ്പോൾ ഗുരു എന്താണ് പറയുന്നത്? കർമ്മം ചെയ്യുന്നുണ്ട്, പക്ഷേ ആരില്ല എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അത് എന്നെ ബാധിക്കുന്നില്ല. ഗുരുവിനെ ഒട്ടും ബാധിക്കാതിരുന്ന ഒരു കാര്യം തന്നെയാണ് അത്. അപ്പം അങ്ങനെ കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം വ്യത്യസ്തനായി, അതിൽ നിന്നെല്ലാം ഭിന്നനായി നിൽക്കുന്ന ആ മഹാഗുരുവിനെയാണ് നമ്മൾക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആ മഹാഗുരുവിന് അങ്ങനെ ഗുരു അദ്വൈതിയായിരുന്നു, നമ്മൾക്കറിയാം. അദ്വൈത ദർശനമായിരുന്നു ഗുരുവിൻ്റെ ദർശനം. ആ ദർശനം അതുപടി പാലിച്ചു കൊണ്ടുപോയതിനാൽ ഗുരു ഒരു ഏകത്വ ദൃക്കായിരുന്നു, അല്ലേ?
ഗുരുവിന് നാനാത്വത്തോടു കൂടി ഒന്നിനെയും കാണാൻ സാധിക്കില്ല, എല്ലാം ഏകം. ഒരു ഏകലോകം കെട്ടിപ്പടുക്കുന്നതിന് തന്നെ ശ്രമിച്ച മഹാഗുരുവാണ്. അപ്പോൾ അതെല്ലാം സാധിക്കണമെങ്കിൽ നമ്മളീ പറഞ്ഞ കർമ്മവും അതിൻ്റെ ഫലവും ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുക, നിഷ്കാമ കർമ്മം ചെയ്യുക, അതാണ് വേണ്ടത്. അപ്പം അങ്ങനെയുള്ള കർമ്മങ്ങളാണ് ഗുരു ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ബാഹ്യ കർമ്മേന്ദ്രിയങ്ങളിൽ നിന്നും അതായത് കർമ്മേന്ദ്രിയങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ നിന്നും വ്യത്യസ്തനായി നിന്നുകൊണ്ട് സ്വജീവിതം, പരിപാവനമായ ജീവിതം നയിച്ച മഹാഗുരുവിൻ്റെ പാദാരവിന്ദങ്ങളിൽ നമസ്കാരം എന്നാണ് ഇവിടെ പറയുന്നത്. മഹാഗുരുവിൻ്റെ പാദങ്ങളിൽ ഈ എളിയ വാക്കുകൾ അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്തേ.